أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا تسليما. اللهم صل وسلم وبارك عليه. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. പ്രവാചക പ്രകീർത്തന സദസ്സുകളിൽ ഏറ്റവും അധികം മനോഹരവും ജനകീയമായതുമാണ് ഷറഫുൽ അനാം മൗലിദ്. കിടയറ്റ കവീകരണവും വ്യാഖ്യാന ശൈലിയുമാണ് ഇതിനെ വേറിട്ട് നിർത്തുന്നത്. അല്പസമയം നമുക്ക് പ്രവാചക പ്രകീർത്തനങ്ങളിൽ അലിയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وعن يزيد بن عبد الله بن وهب عن عمته قالت كنا نسمع أن آمنة لما حملت برسول الله صلى الله عليه وسلم كانت تقول ما شعرت أني حملت ولا وجدت له ثقلا ولا ألما كما تجد النساء إلا أني أنكرت رفع هيضتي وأتاني آت وأنا بين النوم واليقظة فقال لي هل شعرت أنك قد حملت فكأني أقول لا أدري فقال إنك قد حملت بسيد هذه الأمة ونبيها نبي الرحمة وذلك يوم الاثنين. قالت فكان ذلك مما تيقن عندي الحمل فلما دنت ولادتي أتاني ذلك الآتي فقال قولي أعيده بالواحد الصمد من شر كل ذي حسد. قالت فكنت أقول ذلك وأكرره مرارا. വഹബിന്റെ മകൻ അബ്ദുള്ളയുടെ മകൻ യസീദ് അവരുടെ പിതൃ സഹോദരിയെ തൊട്ട് റിപ്പോർട്ട് ചെയ്തതായി കാണാം. മഹദി പറയുന്നു, ആമിന ബിവി പറയുന്നതായി ഞങ്ങൾ കേട്ടിട്ടുണ്ട്, അള്ളാഹുവിന്റെ റസൂലിനെ ഗർഭം ധരിച്ചപ്പോൾ സാധാരണ സ്ത്രീകൾക്കുണ്ടാകുന്ന മാനസിക അസ്വസ്ഥതകളോ ഭാരമോ മഹദിക്ക് അനുഭവപ്പെട്ടിരുന്നില്ല. മാത്രമല്ല, മഹദിയുടെ അരികിൽ ഇടയ്ക്കിടെ ഒരു മലക്ക് പ്രത്യക്ഷപ്പെടുകയും താങ്കൾ ഗർഭിണിയാണെന്ന കാര്യം പറഞ്ഞോ എന്ന് തിരക്കുകയും ചെയ്തു. അപ്പോൾ മഹദി ഇല്ല എന്ന് മറുപടി പറഞ്ഞു. ആ സമയത്ത് ആ മലക്ക് പറയുകയാണ്, എങ്കിൽ ലോക നേതാവും കാരുണ്യത്തിന്റെ പ്രവാചകനുമായ ഒരു കുഞ്ഞിനെയാണ് താങ്കൾ ഗർഭം ധരിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് മഹദിയുടെ ഗർഭം ദൃഢീകരിക്കപ്പെടുന്നത്. മാത്രമല്ല, ആ മലക്ക് ഇടയ്ക്കിടെ പ്രത്യക്ഷപ്പെടുകയും എല്ലാ ആപത്ത് മുസീബത്തുകളിൽ നിന്ന് രക്ഷ നേടാനായി ആ കുഞ്ഞിന് ദുആ ചെയ്തു കൊടുക്കലും പതിവായിരുന്നു. قيل لما أراد الله عز وجل ظهور خير خلقه محمد صلى الله عليه وسلم أمر جبريل أن يقبض طينته من مكان قبره الكريم فقبضها ثم طاف بها جنات النعيم وغمسها في أنهار التسنيم وأقبل بها إلى ما بين يديه الله العلي العظيم ولها عرق يسيل فخلق الله من ذلك العرق نور كل نبي جليل فجميع الأنبياء خلقوا من نور محمد صلى الله عليه وسلم ثم وضعت تلك طينة في ظهر آدم وألقي فيها النور الذي سبق فخره وتقدم فوقعت هنالك طوائف الملائكة المقربين سجدا لآدم عليه السلام. മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സൃഷ്ടിക്കാൻ അല്ലാഹു തആല ഉദ്ദേശിച്ചപ്പോൾ അവിടുത്തെ കബറിടമാക്കേണ്ട സ്ഥലത്ത് നിന്നും അല്പം മണ്ണ് കൊണ്ടുവരാൻ അല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞു. ജിബ്രീൽ അലൈഹിസ്സലാം അല്പം മണ്ണുമായി സുഖലോക സുവർഗം പ്രദക്ഷിണം ചെയ്തു. ആ മണ്ണ് തസ്നീം നദികളിൽ മുക്കിയെടുത്തു. എന്നിട്ട് ആ മണ്ണുമായി അള്ളാഹുവിന്റെ തിരുസന്നിധിയിൽ ഹാജരായി. അള്ളാഹു തആല ആ മണ്ണുകൊണ്ട്
മഹാന്മാരായ എല്ലാ പ്രവാചകന്മാരുടെയും പ്രകാശത്തെ സൃഷ്ടിച്ചു. തന്മൂലം ലോകത്തുള്ള മുഴുവൻ പ്രവാചകരും മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ടവരായി മാറി. മാത്രമല്ല, പ്രസ്തുത മണ്ണ് ആദം നബി അലൈഹി ഇസ്ലാമിന്റെ മുതുകിൽ നിക്ഷേപിക്കപ്പെട്ടു. അള്ളാഹുവിന്റെ തിരുസാന്നിധ്യം സിദ്ധിച്ച മാലാഖമാർ ആദം നബി അലൈഹി ഇസ്ലാമിനെ സുജൂദ് ചെയ്തുകൊണ്ട് ബഹുമാനിച്ചു. ثم أخذ الله تعالى على آدم المواثيق والعهود حين أمر الملائكة له بالسجود أن لا يودع ذلك النور إلا في أهل الكرم والجود المطهرين من الدنس والجحود. فما زال ذلك النور يتنقل من الظهور الأخيار إلى بطون الأحرار حتى وصلت يد الشرف والمكارم إلى عبد الله بن عبد المطلب بن هاشم. فلما آن آوان وفاء عهده طلع في الأكوان طالع السعده. نشر عالم الفتوة لظهور خاتم النبوة. شخصت لعبد الله الأبصار وأشرقت عليه الأنوار. وألبس ثوب الملاحة نطق بالبيان والفصاحة. ناداه لسان المشيعة يا عبد الله بما يصلح وكنزا لما حملت من الوديعة إلا أحشاه وآمنة رضي الله عنها المنيعات المطهرة من الدنس والأكدار سيدة النساء بني النجار. മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഭൂമുഖത്ത് ഭൂജാതനാകാനുള്ള സമയമെടുത്തപ്പോൾ ലോകമെമ്പാടും ഒരു ഭാഗ്യ നക്ഷത്രം ഉദയം ചെയ്തു. അവിടുന്ന് ജനിക്കാനുള്ള സമയമെടുത്തപ്പോൾ ഭൂമിയിലുടനീളം ഔദാര്യത്തിന്റെ കൊടി പാറിപ്പറന്നു. മാത്രമല്ല, മക്ക നഗരം പൂത്തുലഞ്ഞു. അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിൽ പ്രത്യേക പ്രകാശം പ്രസരിക്കപ്പെടുകയും മനോഹരമായ വസ്ത്രങ്ങൾ അണിയിക്കപ്പെട്ടവരാവുകയും ചെയ്തു. തന്മൂലം ജനങ്ങളുടെ എല്ലാം ശ്രദ്ധ അദ്ദേഹത്തിലേക്ക് തിരിഞ്ഞു. ആ സമയത്ത് അദ്ദേഹം ഒരു അശരീരി കേട്ടു. ഓ അബ്ദുള്ള, തെറ്റുകളിൽ നിന്ന് വിമുക്തരും ബനു നജ്ജാർ ഗോത്രത്തിലെ സ്ത്രീകളുടെ നേതാവുമായ ആമിന ബീവിയുടെ തരമല്ലാതെ താങ്കൾ വഹിച്ച നിധിയെ സൂക്ഷിക്കാൻ മറ്റൊരിടവും അനുയോജ്യമല്ല. ولد الحبيب وخده متبرد والنور من وجناته يتبقد. ولد الحبيب ومثله لا يولد. ولد الحبيب وخده متبرد. ولد الذي لولاه ما عشق النقاء كلا ولا ذكر الهما والمعهد. ولد الذي لولاه ما ذكرت قبا أصلا ولا كان المحصب يقصد. മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കവിളുകളിൽ പനിനീർ പൂർണ്ണമായും അതിന്റെ തുടുത്ത ഭാഗങ്ങളിൽ പ്രകാശം പ്രസരിച്ചുകൊണ്ടുമാണ് ഈ ലോകത്ത് പിറന്നു വീണത്. ഇനി അവിടുത്തോട് സാമ്യമായി മറ്റൊരു കുഞ്ഞും ജനിക്കുകയില്ല. അവിടുന്നെങ്ങാനും ജനിച്ചില്ലായിരുന്നുവെങ്കിൽ നഖ എന്ന സ്ഥലത്തോട് ആർക്കും പ്രേമം ജനിക്കുമായിരുന്നില്ല. സുരക്ഷിത സ്ഥാനമായ ഹറമും യസ്ഥാനമായ കഅബയും സ്മരിക്കപ്പെടുമായിരുന്നില്ല. മാത്രമല്ല, മുഹസ്സബ് എന്ന സ്ഥലത്തെ ലക്ഷ്യമാക്കി ആളുകൾ പോവുകയും ചെയ്യില്ലായിരുന്നു. هذا الوفي بعهده هذا الذي ما قده يا صاحب حسن أملد. هذا الذي خلعت عليه ملابس ونفائس فنظيره لا يوجد. هذا الذي قالت ملائكة السماء هذا مليح الكون هذا أحمد. إن
معجز يوسف بقميصه تالله ذا المولود منه أزيد. മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വാഗ്ദത്തം പൂർത്തീകരിക്കുന്നവരാണ്. അവിടുത്തെ ശരീരവടിവ് മാർദ്ധവമുള്ള വളവില്ലാത്ത ഇളം കൊമ്പ് പോലെയാണ്. മാത്രമല്ല അവിടുന്ന് മനോഹരമായ വസ്ത്രങ്ങൾ മുതൽ അമൂല്യമായ വസ്തുക്കൾ വരെ അണിയിക്കപ്പെട്ടവരാണ്. അവിടുന്ന് അമൂല്യമായ സൗന്ദര്യത്തിന്റെ ഏറ്റവും വലിയ അടയാളമാണ്. അവിടുന്ന് അഹ്മദാണ് എന്നെല്ലാം വാനലോകത്തുള്ള മാലാഖമാർ നിരന്തരം പറയുമായിരുന്നു. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ മുഅ്ജിസത്ത് അവിടുത്തെ ഖമീസാണെങ്കിൽ തീർച്ചയായും മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം തന്നെ ഏറ്റവും വലിയ മുഅ്ജിസത്താണ്. أو كان إبراهيم أعطي رشده تالله ذا المولود منه أرشد. يا مولد المختار كم لك من ثناء ومدائه تعلو وذكر يوجد. يا عاشقين تبلهوا في حبه هذا هو الحسن الجميل المفرد. ثم الصلاة على النبي وآله في كل يوم ماضي ويجدد. ഇബ്രാഹിം നബി അലൈഹിസ്സലാം സന്മാർഗദർശനം ലഭിക്കപ്പെട്ടവരാണെങ്കിൽ അള്ളാഹുവാണ് സത്യം. മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും അധികം സന്മാർഗദർശനം ലഭിക്കപ്പെട്ടവരാണ്. ഓ പ്രവാചക പ്രേമികളെ, നിങ്ങൾ മുത്തുനബിയോടുള്ള സ്നേഹത്താൽ മത്ത് പിടിച്ചവരാകൂ. കാരണം ഏറ്റവും വലിയ സൗന്ദര്യത്തിന്റെ ഏകാഗ്ര രൂപം അവിടുന്ന് മാത്രമാണ്. കഴിഞ്ഞുപോയതും പുതുകിക്കൊണ്ടിരിക്കുന്നതുമായ എല്ലാ ദിവസങ്ങളിലും മുത്തുനബിക്കും അവിടുത്തെ കുടുംബത്തിനും അള്ളാഹുവിന്റെ റഹ്മത്ത് സദാ വർഷിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.